ഇത്തിരി കുഞ്ഞനാണെങ്കിലും അസഹനീയമായ വേദനയുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് വായ്പുണ്ണ്. ആഫ്തസ് അൾസർ എന്നാണ് ഇതിന്റെ മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ വായ്പുണ്ണുണ്ടാവാം? എങ്ങനെ നമുക്കിതിന് പരിഹാരം കണ്ടെത്താം? എപ്പോഴാണ് ഈ വായ്പുണ്ണ് അപകടകാരിയാവുന്നത്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. വായ്പുണ്ണിന്റെ വേദന സഹിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയാതെ, ഭക്ഷണവും വെള്ളവും ഒന്നും ഇറക്കാൻ സാധിക്കാതെ എത്രയോ ദിവസങ്ങൾ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വായ്പുണ്ണ് ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്നത്? പ്രധാനമായും ഇന്ന കാരണം കൊണ്ടാണ് ഇതുണ്ടാവുന്നതെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ലെങ്കിലും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മാനസിക സമ്മർദ്ദം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെയുള്ളത് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി, പിന്നെ സിങ്ക് കുറഞ്ഞാലുണ്ടാവാം, വൈറ്റമിൻ C കുറഞ്ഞാലുണ്ടാവാം. പലപ്പോഴും വൈറ്റമിൻ B12 അളവും ഇടയ്ക്കിടെ വായ്പുണ്ണുണ്ടാക്കും. ഉറക്കം കുറഞ്ഞിട്ടുള്ള ആളുകളിലും വായ്പുണ്ണ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥകളിലും വായ്പുണ്ണ് കൂടെ കൂടെ ഉണ്ടാവാറുണ്ട്. സന്ധികൾക്ക് വേദന വരുന്ന ചില അസുഖങ്ങളുടെ കൂടെയും ഇടയ്ക്കിടെ വായ്പുണ്ണ് വരാറുണ്ട്. വെള്ളം കുടിക്കുന്ന അളവ് കുറയുമ്പോൾ, വൈറൽ അണുബാധകളും ബാക്ടീരിയൽ അണുബാധകളും ഒക്കെ വരുമ്പോൾ വായ്പുണ്ണ് ചിലർക്കുണ്ടാവാം. ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനത്തിനോട് നമുക്ക് അലർജി ഉണ്ടെങ്കിലും ഈ വായ്പുണ്ണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. പല്ല് തേക്കുമ്പോൾ ബ്രഷ് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു പോയാൽ ഇതുമൂലം ഉണ്ടാവുന്ന അൾസറും വായ്പുണ്ണ് തന്നെയായി മാറാറുണ്ട്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഈ വായ്പുണ്ണുണ്ടാക്കുന്നു. നമ്മൾ സാധാരണയായിട്ട് വായ്പുണ്ണ് എവിടെയൊക്കെ കാണാറുണ്ട്? ചുണ്ടുകളിൽ ഉണ്ടാവാം, നാവിൻ്റെ താഴ്ഭാഗത്തുണ്ടാവാം, നാവിൻ്റെ സൈഡിലുണ്ടാവാം, പിന്നെ വായുടെ ഉള്ളിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ പുണ്ണുണ്ടാവാം. ടോൺസിലിൻ്റെ ചുറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദനയും ഉണ്ടാവും. ഈ വായ്പുണ്ണിനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. സാധാരണ കാണുന്ന വായ്പുണ്ണൊക്കെ ഒരു 5 മില്ലിമീറ്റർ വലിപ്പത്തിലൊക്കെ ഉണ്ടാവാറുള്ളൂ. 10 മില്ലിമീറ്റർ വലിപ്പത്തിൻ്റെ താഴെ ഒരു വായ്പുണ്ണുണ്ടായാൽ അതിനെ മൈനർ ആഫ്തസ് അൾസർ എന്ന് നമുക്ക് പറയാം. എന്നാൽ വളരെ വലിപ്പമുള്ള 1 സെന്റിമീറ്ററിലധികമുള്ള ആഫ്തസ് അൾസേഴ്സ് സഹിക്കവയ്യാത്ത വേദനയുണ്ടാക്കും. ഇതിന് മേജർ ആഫ്തസ് അൾസർ എന്ന് പറയുന്നു. ഇത് കൂടാതെ മറ്റൊരു തരം കൂടിയുണ്ട്. വളരെ ചെറിയ 1-2 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള 10-20 കുഞ്ഞു വായ്പുണ്ണുകൾ ഒരുമിച്ച് നാവിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് വരിക. ഹെർപറ്റിഫോം അൾസേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വായ്പുണ്ണിനെ തരം തിരിക്കേണ്ടത്. ഇനി എപ്പോഴാണ് ഈ വായ്പുണ്ണ് അപകടകാരിയായിട്ട് മാറുന്നത്? ഇതിൻ്റെ വലിപ്പം 1 സെന്റിമീറ്ററിലധികം ഉണ്ടാവുക. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ 2 ആഴ്ചയായിട്ടും ഈ വായ്പുണ്ണ് നമുക്ക് ഉണങ്ങി കിട്ടുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഈ വായ്പുണ്ണിനോടൊപ്പം കഴുത്തിൽ കഴല വന്നിട്ടുണ്ട്. ഈ കഴല ഒരു 1.5 സെന്റിമീറ്ററിന്റെ മേൽ വലിപ്പം വെച്ചിരിക്കുന്നു. ഇതും ഒരു അപകട സൂചനയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വായ്പുണ്ണിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ സാധാരണ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സാഹചര്യം മാറി ഇതിൻ്റെ ബേസ് വളരെ കട്ടിയുള്ളതായിട്ട് അനുഭവപ്പെടുന്നു. അവിടെ തടിപ്പ് തോന്നുന്നുണ്ട്. എന്നാൽ അതും ശ്രദ്ധിക്കുക. പിന്നെ ഒരു വായ്പുണ്ണ് ഉണങ്ങുമ്പോഴേക്കും അടുത്ത വായ്പുണ്ണ് വരുന്നു. ഇതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മേജർ ആഫ്തസ് അൾസർ ഉണങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും അവിടെ ഒരു സ്കാറിംഗ് ഉണ്ടാവാം. ഇത് വായുടെ ഉള്ളിൽ ചിലപ്പോൾ നിറവ്യത്യാസം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നിറവ്യത്യാസം കണ്ടെങ്കിലും ഇത് ഒരു അപകട സൂചനയാണെന്ന് മനസ്സിലാക്കി ഡോക്ടറെ വേഗം സമീപിക്കുക. സാധാരണ വരുന്ന വായ്പുണ്ണുകൾക്ക് നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് സലൈൻ ഗാർഗിൾ തന്നെയാണ്. എത്ര വെള്ളം എടുക്കണം, എത്ര ഉപ്പ് എടുക്കണം എന്നൊക്കെ ഉള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. ഒരു 200 ml വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലവണ്ണം തിളപ്പിച്ചാറിക്കുക. ഈ ചെറിയ ചൂടോടുകൂടി നമുക്ക് വായുടെ ഉള്ളിൽ അതൊന്ന് ഒരു 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെ പിടിച്ചു വയ്ക്കാം. കുറച്ചു നേരം ഇങ്ങനെ വെച്ചു കഴിയുമ്പോൾ അവിടെ ഒരു നീറ്റൽ അനുഭവപ്പെടുമെങ്കിലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങിക്കിട്ടും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വേദന കുറയാനായിട്ട് ലിഗ്നോക്കെയിൻ അടങ്ങിയ ഓയിൻമെന്റുകൾ നമുക്ക് അവിടെ പുരട്ടി കൊടുക്കാം. ലിഗ്നോക്കെയിൻ ഓയിൻമെന്റ് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു മരുന്നാണ് ട്രയാംസിനോളിന്റെ ഓയിൻമെന്റുകൾ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാം.
വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നത് തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ടെൻഷൻ ഉള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള യോഗയോ മെഡിറ്റേഷനോ മറ്റോ സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം കുടിക്കുന്ന അളവൊന്ന് കൂട്ടിക്കൊടുക്കാം. ഒരു 2.5 ലിറ്റർ വെള്ളം ദിവസേന കുടിക്കുന്ന ശീലമുണ്ടാക്കാം. ഉറക്കക്കുറവ് മാറ്റാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സപ്ലിമെന്റ്സും അതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും പിന്നെ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളായ മുട്ടയും ചിക്കനും മട്ടൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ലിവർ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കഴിച്ചാൽ ഈ അയൺ ഡെഫിഷ്യൻസിയും മറ്റ് ഡെഫിഷ്യൻസികളും മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ മദ്യപാനശീലവും പുകവലിയും ഒക്കെ വായ്പുണ്ണ് വീണ്ടും ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഇത് നിർത്താനും നമ്മൾ തയ്യാറാവണം. പിന്നെ ഇത്തരം വായ്പുണ്ണ് കൂടെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു നോക്കാം? വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും ESRും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ അയൺ പ്രൊഫൈലും. അപ്പോൾ സാധാരണ വായ്പുണ്ണൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് സലൈൻ ഗാർഗിളും ചെറിയ ഓയിൻമെന്റുകളും തേച്ചാൽ മാറിക്കിട്ടും. വീണ്ടും വരാതിരിക്കാൻ നമ്മുടെ മാനസിക സമ്മർദ്ദം, ഉറക്കം, ജീവിതശൈലി ഇത് 3ഉം പെർഫെക്റ്റ് ആയാൽ വായ്പുണ്ണിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനവും കിട്ടും. വായ്പുണ്ണ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.